നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചന്ദ്രചൂഡേശ്വര ടെമ്പിളിലാണ്. കർണാടക തമിഴ്നാട് ബോർഡറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഹൊസൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവന്റെയും പാർവതി ദേവിയുടെയും ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കുന്നിൻ മുകളിലെ ആരാധനാലയമാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ ഹൊസൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം AD 1260 അവിടുത്തെ ഒരു രാജാവാണ് നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ സാധാരണ ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഈ ക്ഷേത്രത്തിന് പുരാതന ചരിത്രമുണ്ട്. ശിവലിംഗമായും പാർവതി ദേവിയായും ചിത്രീകരിച്ചിരിക്കുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ചന്ദ്രചൂഡേശ്വരർ എന്നാൽ ചന്ദ്രനെ തന്റെ ചിഹ്നത്തിലോ തലയുടെ മുകളിൽ മുടിയിഴയായോ ധരിക്കുന്ന ഈശ്വരൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ശിവന്റെ പത്നിയായ പാർവതിയെ മരഗതാംബാളായി ഇവിടെ ആരാധിക്കുന്നു. മരഗതം എന്നാൽ പച്ച, ആമ്പൽ എന്നാൽ അമ്മ. ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്ന പച്ച സസ്യങ്ങളെയും മരങ്ങളെയും പരാമർശിക്കുന്നു.
ക്ഷേത്രം എപ്പോഴാണ് പ്രതിഷ്ഠിച്ചത് എന്നതിന്റെ കൃത്യമായ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമായ ഭദ്രഗിരി മഹാത്മ്യം പോലെയുള്ള പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഹൊസൂർ പ്രദേശത്തെ പരാമർശിച്ചിരിക്കുന്നതിനാൽ പുരാതന കാലം മുതൽ തന്നെ ഇവിടെ ശിവക്ഷേത്രം നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു. ചോള, ഹൊയ്സാല, വിജയനഗര ചക്രവർത്തിമാരുടെ കാലത്താണ് ഈ ക്ഷേത്രം വളർന്നു വന്നത്. 1260 ഹൊയ്സാല രാജാവാണ് ചന്ദ്രചൂഡേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഹൊസൂരിലെ പെരുമാൾ ക്ഷേത്രവും ബാംഗ്ലൂർ ശിവക്ഷേത്ര ലിഖിതങ്ങളും ചന്ദ്രചൂഡേശ്വര ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളുടെ വിശദാംശങ്ങൾ എടുത്തു പറയുന്നു. ഈ പുരാതന ക്ഷേത്രത്തിൽ രാജേന്ദ്ര ചോളന്റെ ലിഖിതങ്ങളും കാണപ്പെടുന്നുണ്ട്. ചന്ദ്രചൂഡേശ്വർ ക്ഷേത്രം മലയോര ക്ഷേത്രത്തിന് പ്രസിദ്ധമാണ്. കൃഷ്ണഗിരിയിൽ നിന്ന് 52 കിലോമീറ്റർ അകലെ ദേശീയപാതയിൽ NH7 ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൊസൂർ, ബാംഗ്ലൂർ, കൃഷ്ണഗിരി, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായും സന്ദർശനം നടത്തുന്നത്. മൈസൂർ സാമുണ്ടീശ്വരി ക്ഷേത്രം പോലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രവും. 11ാം നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിലെ ശിലാരേഖകളിൽ കാണപ്പെടുന്ന രാജരാജ ചോളന്റെയും കുലോത്തുംഗ ചോളന്റെയും മഹത്വവും ഇവിടെ കാണാം. ചന്ദ്രചൂഡേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം എടുത്തു പറയേണ്ട വളരെ പ്രശസ്തമായ ഒരു ഉത്സവം തന്നെയാണ്. പ്രാദേശിക ഭാഷകളിലെയും, അതായത് തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലെയും വ്യത്യാസങ്ങൾ കാരണം ക്ഷേത്രത്തെ ചന്ദ്രചൂഡേശ്വരർ, ചന്ദ്രചൂഡേശ്വര, ചന്ദ്രചൂഡേശ്വരർ, ശ്രീ ചന്ദ്രചൂഡേശ്വരർ അല്ലെങ്കിൽ അരുൾമികു ചന്ദ്രചൂഡേശ്വരർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചന്ദ്രചൂഡേശ്വര ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്